ഹലോ, എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ചാനലായ SSK ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ എസ് കുറുപ്പ്. ഇപ്പോൾ ആതിരപ്പള്ളി വാഴച്ചാൽ സന്ദർശനം കഴിഞ്ഞ ശേഷം മലക്കപ്പാറയിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന് വശത്തുള്ള ഡെൻസായിട്ടുള്ള ഫോറസ്റ്റാണ്. ഫോറസ്റ്റുകൾ നിത്യഹരിത വനം, ഇലപൊഴിയും വനം എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. ചതുപ്പുകൾ, പുൽമേടുകൾ എന്നൊക്കെ. അപ്പോൾ ഇത് ഒരു നിത്യഹരിത വനത്തിൻ്റെ ഭാവഹാവാദികളാണ് ആവഹിക്കുന്നത്. അതോ ഇനി ഇലപൊഴിയും വനമാണോ എന്നറിയില്ല. നല്ല മ്യൂസിക്കും അതിനനുസരിച്ചിട്ടുള്ള ഡാൻസുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ മ്യൂസിക് കേൾപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നതിനാൽ മ്യൂസിക് കേൾപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക. ഉഗ്രൻ ഡാൻസാണ് നടക്കുന്നത്. അതുപോലെ ഈ യാത്രയിൽ ഉടനീളം ഗാനാലാപനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ യാത്രയിൽ കിട്ടിയ യാത്രികർ പൊതുവെ നല്ല കലാകാരന്മാരും കലാകാരികളും ആയിരുന്നു. ഗാനാലാപനവും നൃത്തമൊക്കെ എല്ലാ യാത്രയിലും ഉണ്ടാകാറുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ യാത്ര ഒരു ഡാൻസ് ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഡാൻസ് പരിപാടികൾ നടക്കുന്നത്. അതുപോലെ തന്നെ സംഗീതം പേരെടുത്ത് പറയുന്നില്ല, വളരെയധികം പേര് നല്ല രീതിയിൽ സംഗീതം ആലപിച്ചു. എങ്കിലും വിജയൻ സാറിൻ്റെ പേരും രാജശേഖരൻ സാറിൻ്റെ പേരും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. വേറെ ആൾക്കാരുണ്ട്, എല്ലാവരെയും പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ പേര് പറയാൻ കഴിയാതിരുന്നതിൽ ദയവായി ക്ഷമിക്കുക. നല്ല പാട്ടുകൾ, അതുപോലെ പാട്ട് നോട്ട് ബുക്കിൽ എഴുതിക്കൊണ്ടുവന്ന് അവതരിപ്പിച്ചവരുണ്ട്. സ്വന്തമായി കവിത എഴുതിക്കൊണ്ടുവന്ന് പാടി അവതരിപ്പിച്ചവരുണ്ട്. അപ്പോൾ ഡാൻസും പാട്ടും ആ സൗണ്ട് സിസ്റ്റം, വലിയ സ്പീക്കറൊക്കെ വച്ചിട്ട് രാജശേഖരൻ സാറ് ഒരു നല്ല ഗായകനാണ്. ആ സൈഡിൽ കുറേശ്ശെ കാണുന്ന ആണ് വിജയൻ സാറ്, ഉഗ്രൻ പാട്ടുകാരനാണ്. അതുപോലെ അങ്ങ് ബാക്കിലൊക്കെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഡാൻസിൻ്റെ ഒരു തകൃതിയായ ഒരു നൃത്ത ചുവടുകളുമായി നിൽക്കുന്നത് കൊണ്ട് എല്ലാവരെയും പെട്ടെന്ന് ദർശിക്കാൻ കഴിയില്ല. ഇതിൽ കൂടി ഊർന്ന് ബാക്കിലോട്ട് പോകാനും പറ്റില്ല. കാരണം അവർ ഗംഭീര യാത്ര ആയി നൃത്തച്ചുവടുകളുമായി നിൽക്കുമ്പോൾ നമ്മൾ അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നത്, ഒരു അലോസരം ഉണ്ടാക്കുന്നത് ശരിയല്ല. അതങ്ങനെ സ്വാഭാവികമായി തകൃതിയായി മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ വനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മൃഗങ്ങൾ ധാരാളമായി വരാറുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അല്പം താമസിച്ചു പോയി, മധ്യാഹ്നമായി. ആയതിനാൽ ആനകളെയോ കാട്ടുപോത്തിനെയോ ഒക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇന്ന് തിരക്കുള്ള ദിവസമാണ്, ഞായറാഴ്ച. എത്രയോ വണ്ടികൾ ഇതിന് മുന്നേ പോയി കഴിഞ്ഞു. അപ്പോൾ വണ്ടികളുടെ ഇരമ്പൽ കേൾക്കുമ്പോൾ തന്നെ അവർ ഈ മൃഗങ്ങൾ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോയിക്കളയും. സ്വാഭാവികമായിട്ടും. മാത്രമല്ല, ഇവിടെ വെള്ളം കുടിക്കാൻ നല്ല സൗകര്യം ഉള്ള ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജീവജാലങ്ങൾ, വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് ഇത്. ഷോളയാർ ഡാം, ലോവർ ഷോളയാർ ഡാമാണ് കാണുന്നത്. ഷോളയാർ ഡാമുകൾ രണ്ടെണ്ണം ഉണ്ട്, ലോവർ ഷോളയാർ ഡാമും അപ്പർ ഷോളയാർ ഡാമും.
അപ്പോൾ ലോവർ ഷോളയാർ ഡാം എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഡാം അങ്ങ് കുറേ ദൂരെയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൽ കാണാമോ, എത്രത്തോളം കാണാമെന്ന് അറിയത്തില്ല. അതിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ മൃഗങ്ങൾക്ക് വന്ന് വെള്ളം കുടിക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ സൗകര്യമുള്ള ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി പറയുമ്പോൾ അതുപോലെ അപ്പർ ഷോളയാർ ഡാമുണ്ട്. അതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ലോവർ ഷോളയാർ ഡാം എന്ന് പറയുന്നത് കേരളത്തിലാണ്, അപ്പർ ഷോളയാർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലോവർ ഷോളയാർ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നിർത്താൻ പാടില്ല എന്നൊരു പോലീസുകാരൻ ആണെന്ന് തോന്നുന്നു, അതോ ഫോറസ്റ്റ് സെക്യൂരിറ്റി ആണോ എന്നറിയില്ല. ഒരു വാണിംഗ് തന്നു. അതുകൊണ്ട് വണ്ടി ലേശമൊന്ന് സ്ലോ ചെയ്തു.